Hello, welcome back to my channel for the sake of love and peace. ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്റ്റോറി നമ്മൾ പണ്ട് സ്കൂളിൽ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച് ഓർമ്മയുണ്ടാവുമായിരിക്കും. അതായത് ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാർവ, പ്യൂപ്പ ആൻഡ് ദെൻ ബട്ടർഫ്ലൈ. ലാർവ എന്ന് പറയുന്നത് ഒരു പുഴുവിൻ്റെ ഫോമിൽ നിൽക്കുന്നതാണ് ലാർവ. ആ പുഴു പിന്നീട് നെക്സ്റ്റ് അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്യൂപ്പ എന്ന് പറയുന്നത്. അതായത് ആ പുഴുവിന് ഒരു ഔട്ടർ കവറിങ്, ഷെല്ലിൻ്റെ ഔട്ടർ കവറിങ് വന്നിട്ട് ആ ലാർവയെ പ്രൊട്ടക്റ്റ് ചെയ്തൊരു കവറിങ് വരെയാണ്. അപ്പം ആ ഒരു സ്റ്റേജിനാണ് അതിന് പ്യൂപ്പ എന്ന് പറയുന്നത്. ആ ഔട്ടർ കവറിങ് ഷെല്ലിൽ ആ പുഴു ഭയങ്കര സേഫ് ആയിരിക്കും. അതായത് വേറെ പക്ഷികളൊന്നും കൊത്തി ആ പുഴുവിനെ നശിപ്പിച്ച് കളയില്ല. അതിനുവേണ്ടി ഒരു നേച്ചറിൻ്റെ പ്രൊട്ടക്ഷനാണ് ആ ഒരു ഷെൽ ഫോം ചെയ്യുന്നത്. അത് നല്ല ഹാർഡ് ഷെല്ലായിരിക്കും. കാരണം എത്ര നല്ല ഷാർപ്പായിട്ടുള്ള ബീക്കുള്ള ബേർഡ്സിന് വരെ അത് കൊത്തി അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ നാച്ചുറൽ സേഫ്റ്റിയാണ് ആ ലാർവയ്ക്ക് ഈ പ്യൂപ്പയിലൂടെ കിട്ടുന്നത്. അപ്പോൾ പ്യൂപ്പ എന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ലാർവ എന്ന് പറഞ്ഞ പുഴുവിന് ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്റ്റേജാണ്. അതായത് നമ്മുടെ ലൈഫിലെ കംഫർട്ട് സോണിനെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കംഫർട്ട് സോണിൽ ആ പുഴു ഇരിക്കുമ്പോൾ അതിന് നല്ല സേഫാണ്, അതിനെ ആരും അറ്റാക്ക് ചെയ്യില്ല, അത് സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു ഡിസ്റ്റർബൻസും പുറത്തുനിന്നുള്ളതില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു വളർച്ച, ആ ഒരു പുഴുവിൻ്റെ ഒരു വളർച്ചയുണ്ട്. ആ ഒരു വളർച്ച കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് അത് ബട്ടർഫ്ലൈ ആയിട്ട് ഫോം ചെയ്യണത്. അപ്പോൾ അത് അങ്ങനെ ബട്ടർഫ്ലൈ ആയിട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷെല്ല് പൊട്ടണം. ഈ ഷെല്ല് തനിയെ പൊട്ടൂല, അത് ആ പ്യൂപ്പ, ആ പുഴു തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ അത്രമാത്രം അതിൻ്റെ പവറും സ്ട്രെങ്ത്തും ഉപയോഗിച്ച് ക്ഷമയോടുകൂടി അത് പൊട്ടിച്ച് പുറത്തേക്ക് വന്നാൽ മാത്രമേ അതിന് ബട്ടർഫ്ലൈ ആയിട്ട് ഈ ലോകത്ത് പറന്ന് നടന്ന് ഈ നേച്ചറിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബട്ടർഫ്ലൈ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ ബട്ടർഫ്ലൈക്ക് പൂക്കളിൽ പോയിരുന്ന് അതിൻ്റെ തേൻ കുടിച്ച് പ്രൊക്രിയേഷൻ നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പുഴു വിചാരിക്കുകയാണ്, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ, ഇത് നല്ല സുഖമാണല്ലോ, എനിക്ക് സുഖമായിട്ടിരുന്ന് ഉറങ്ങിയാൽ മതി, ഒരു പണി എടുക്കണ്ട, ഒരു സേഫ് പ്ലേസാണ്, ഒരു കംഫർട്ട് സോണാണ്. അങ്ങനെ ഇരുന്നാൽ അതിനൊരിക്കലും ആ ഒരു നെക്സ്റ്റ് ഫോമിലേക്ക്, ആ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ഫോമിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ എത്തിച്ചേരാൻ പറ്റാതെ വരുമ്പോൾ ആ ഒരു ലൈഫ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിലുള്ള ലൈഫ് ആ പുഴുവിന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് ബട്ടർഫ്ലൈയുടെ സ്റ്റോറി. അത് നമ്മൾ മനുഷ്യരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ബ്രേക്ക് ദ കംഫർട്ട് സോൺ എന്നാണ്. ഇപ്പോൾ ആ പുഴു അതിൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടതാണ് പ്യൂപ്പ എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ബട്ടർഫ്ലൈയിലേക്ക് ആവുന്നത്. അതുപോലെ തന്നെ ഈച്ച് ഹ്യൂമൻ ബീയിങ്, എല്ലാ മനുഷ്യർക്കും ആ ഒരു പ്യൂപ്പ സ്റ്റേജ് ഉണ്ട്. അതായത് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ സ്റ്റേജ്. ആ സ്റ്റേജിലാണ് 99% ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ് ആർ ലിവിങ്. അപ്പോൾ ആ സ്റ്റേജ് ആ ഒരു കംഫർട്ട് സ്റ്റേജ് പൊട്ടിച്ച് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഈ ലോകത്ത് ജീവിക്കാനും മറ്റുള്ളവരെ ആ വഴി കാണിച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കെല്ലാവർക്കും അതുപോലെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്കും എത്താൻ കഴിയട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ലിസണിങ് മീ.